നമസ്കാരം. ഭരണ നേട്ടങ്ങൾ എന്ന പേരിൽ മോദി നിരത്തുന്ന കള്ളക്കണക്കുകളെയും പ്രസ്താവങ്ങളെയും പൊളിച്ചടുക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. രാജ്യത്തെ തൊഴിലില്ലാപ്പട പെരുകുമ്പോൾ ഇസ്രായേലിൽ ജോലി തേടുന്നവരുടെ പേരിൽ രാജ്യം ഊറ്റം കൊള്ളുന്നത് അസംബന്ധമാണെന്ന് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി. ഇസ്രായേലിലേക്ക് അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് തൊഴിൽ തേടി പോകേണ്ട സാഹചര്യം സൃഷ്ടിച്ച കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വാദ്ര രംഗത്തു വന്നു. $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള സംസാരവും മോദിയുടെ ഗ്യാരണ്ടിയും വെറും ജുംല മാത്രമാണെന്നും രാജ്യത്തെ യഥാർത്ഥ പ്രശ്നം തൊഴിലില്ലായ്മയാണെന്നും അവർ കുറ്റപ്പെടുത്തി. വിലക്കയറ്റത്തിന് BJP സർക്കാരിൻ്റെ മുമ്പിൽ പരിഹാരമില്ലെന്നും പറഞ്ഞ അവർ ഇസ്രായേലിലേക്ക് തൊഴിലാളികളെ അയക്കാനുള്ള റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ ആളുകൾ ക്യൂ നിൽക്കുന്നതായി കാണിക്കുന്ന ഒരു വീഡിയോ എക്സിൽ പങ്കിട്ടുകൊണ്ടാണ് പ്രിയങ്ക മോദി ഭരണത്തിൻ്റെ പൊള്ളത്തരത്തിനെതിരെ തുറന്നടിച്ചത്. എവിടെയെങ്കിലും യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ആദ്യം നമ്മൾ നമ്മുടെ പൗരന്മാരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി നമ്മുടെ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരികയാണ് ചെയ്യുക. എന്നാൽ ഇന്ന് ഇന്ത്യയിൽ നടമാടുന്ന തൊഴിലില്ലായ്മ തൊഴിൽ തേടി യുദ്ധമുഖത്തേക്ക് പോലും ചെല്ലേണ്ട സാഹചര്യത്തിലേക്ക് രാജ്യത്തെ നയിച്ചിരിക്കുകയാണ്. യുദ്ധത്തിൽ തകർന്ന ഇസ്രായേലിലേക്ക് പോകാനുള്ള റിസ്ക് എടുക്കുന്നതിൽ നിന്ന് നിസ്സഹായരായ ആയിരക്കണക്കിന് യുവാക്കളെ തടയാൻ പോലും സർക്കാർ തയ്യാറാവുന്നില്ല. BJP പറഞ്ഞ $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ, പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ, തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിയുടെ ഉറപ്പ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരം വെറും ജുംല മാത്രമാണെന്നാണ് ഇതെല്ലാം കാണിക്കുന്നത് എന്ന് പ്രിയങ്ക ചൂണ്ടിക്കാട്ടി. 2 ദിവസം നീണ്ട ക്യൂവിൽ നിൽക്കുന്ന ഈ യുവാക്കൾ നമ്മുടെ രാജ്യത്തെ കുട്ടികളല്ലേ? എന്തുകൊണ്ടാണ് യുവാക്കൾക്ക് സ്വന്തം രാജ്യത്ത് തൊഴിൽ ലഭിക്കാത്തത്? എത്ര സമർത്ഥമായാണ് സർക്കാർ ഇത് രാജ്യത്തെ യുവാക്കളുടെ വ്യക്തിപരമായ പ്രശ്നമാക്കുന്നതെന്ന് ശ്രദ്ധേയമാണ് എന്നൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ പ്രിയങ്ക ചോദിച്ചു. ഇന്ത്യൻ യുവാക്കളെ ബലിയർപ്പിക്കാൻ യുദ്ധത്തിൽ തകർന്ന ഇസ്രായേലിന് ഇന്ത്യ ഗവൺമെന്റ് അനുമതി നൽകിയത് എന്തടിസ്ഥാനത്തിലാണ്? നമ്മുടെ ഈ യുവാക്കളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കുക? ആർക്കെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ആരാണ് ഉത്തരവാദികൾ? ഇതിൽ സർക്കാരിൻ്റെ പങ്കെന്താണ് എന്നൊക്കെയുള്ള രൂക്ഷമായ ചോദ്യങ്ങളാണ് പ്രിയങ്ക തൻ്റെ പോസ്റ്റിൽ പങ്കുവച്ചത്. ഇന്നത്തെ ഇന്ത്യയുടെ യഥാർത്ഥ പ്രശ്നം തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് എന്ന് പറഞ്ഞ പ്രിയങ്ക BJP സർക്കാരിന് ഇക്കാര്യത്തിൽ പരിഹാരമില്ലെന്നും രാജ്യത്തെ യുവാക്കൾ ഇപ്പോൾ ഇത് മനസ്സിലാക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഇസ്രായേലിൽ ജോലികൾക്കായി ആളുകൾ ക്യൂ നിൽക്കുന്നത് രാജ്യത്തെ ഭീകരമായ തൊഴിലില്ലായ്മയുടെ പ്രതിഫലനമാണെന്നും രാജ്യം കുതിച്ചുയരുന്നുവെന്ന അവകാശവാദങ്ങളെ പരിഹസിക്കുന്നതാണെന്നും കോൺഗ്രസ് ആക്ഷേപമുന്നയിച്ചിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് പ്രിയങ്കയും നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. ഭാരത് ജോഡോ യാത്ര ഉത്തർപ്രദേശിനെ ഇളക്കിമറിച്ച് മുന്നേറുമ്പോൾ രാഹുലിനൊപ്പം പ്രിയങ്കയും SP അധ്യക്ഷൻ അഖിലേഷ് യാദവും സഞ്ചരിച്ചത് ജനങ്ങളിൽ വമ്പിച്ച ആവേശമാണ് സൃഷ്ടിച്ചത്. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പട്ടിണിയും മുഖ്യ വിഷയങ്ങളാണെന്നിരിക്കെ പ്രിയങ്കയുടെ വാക്കുകൾ BJP നേതാക്കളുടെ ഉറക്കം കെടുത്തുമെന്നുറപ്പ്.